ആരടാ അത്? പാത്രം കൊടുക്കണ്ട. ഇല്ല ഇല്ല ഇല്ല, വെറുതെ വെറുതെ ചീത്ത പറഞ്ഞേ. ധ്രുവിന്റെ ചീത്ത പറഞ്ഞേ. ഈ പാലും കുപ്പി എടുക്കാം. ഈ പാലും കുപ്പി ഇത് വിച്ചോളി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോ കേട്ടോ. അതായത് ഇപ്പോ ഇവർക്ക് 8ാം മാസമാണ്. 8ാം മാസം എൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവർക്ക് ഇത്രയും കാലം ഞാൻ യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ അല്ല, ഞാൻ പുതുതായിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ മദർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ആവും. ചില സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ട് ഞാൻ റിഗ്രറ്റ് ആയിട്ടുണ്ട്, അതും ഞാൻ പറയും. അതുകൊണ്ട് നിങ്ങളത് വാങ്ങാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കട്ടെ. ഈ വീഡിയോയിൽ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തായാലും ഈ 3ാം മാസം നമ്മളെ വീട്ടിൽ നിന്ന് പോയിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുട്ടികൾക്ക് വരകാനൊക്കെ ഉള്ള പാത്രങ്ങൾ തരൂലേ. അങ്ങനത്തെ ഉരുളിയൊക്കെയാണ് നമുക്ക് ആദ്യം തരിക. ഉരുളി, ഇതിൻ്റെ അടപ്പ്, പിന്നെ ഇത് ഇളക്കാനുള്ള തവി, അങ്ങനത്തെ കുറേ, പിന്നെ സ്റ്റീൽ പ്ലേറ്റുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ തരും. അപ്പം ഇത് നമുക്ക് യൂസ്ഫുൾ ആണ്. പക്ഷേ ഇതിനേക്കാളും എനിക്ക് തോന്നിയിട്ട് ഞാൻ എന്താ പറയുക, ഇതിപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇവിടെ വേറെ ഒന്നും പിടിക്കാൻ സാധനം വേണം, നമുക്ക് ഇളക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. പാനെടുക്കും. ഈ ഒരു പാന്, ഇങ്ങനത്തെ പാനാകുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ അമ്മ ആരെങ്കിലും അച്ഛനാരെങ്കിലും വാങ്ങി തരാണെങ്കിൽ ഇങ്ങനത്തെ സാധനം വാങ്ങി തരാൻ പറഞ്ഞാൽ മതി. ഇതാകുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും ഇതിലിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെയാണ് ഇവർക്ക് വരകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ തവിയൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ ഇളക്കാനൊക്കെ മിക്സ് ചെയ്യാനും നല്ല സ്മൂത്തായിട്ട് മിക്സ് ആവാനും ഗ്രെയിൻസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നവര വരകിയാലും കായപ്പൊടി വരകി കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഈ വരക എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തരാണ്. ഈ വരക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. നമ്മൾ ഈ കുറുക്കുണ്ടാക്കില്ലേ, കായക്കുറുക്ക് ഉണ്ടാക്കുക, ആ സംഭവത്തിനായിട്ട് നമ്മളെ നാട്ടിൽ വരകി കൊടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ വിസ്ക്കാണ്, ഇങ്ങനത്തെ വിസ്ക്കാണ് കുറച്ചും കൂടെ നല്ലത്. ഇപ്പോൾ നമ്മളിപ്പോൾ നാൻപ്രോ കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ലംസ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് പൊടി മിക്സ് ആവാൻ വേണ്ടി ഇത് സഹായിക്കും. അതേപോലെ തന്നെ ഈ കുറുക്ക് ഉണ്ടാക്കിയതിലും ലംസ് ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് കുട്ടികൾക്ക് അങ്ങനെ ഒരു കടിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഇപ്പം അവർക്ക് അങ്ങനെ തൊണ്ണൊക്കെ ആയിട്ടുള്ളൂ. ഇവിടെ നോക്കുന്നത് കാട്ടും, അവിടെയൊക്കെ കളിക്കാൻ സാധനങ്ങളുണ്ട്. എന്നിട്ട് അപ്പം ഇതാണ് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു സ്പൂണ്, സ്റ്റീലിൻ്റെ സ്പൂണല്ല കൊടുക്കുന്നത്, ഇങ്ങനത്തെ സ്പൂണാണ് കുറച്ചും കൂടെ നല്ലത്. ഈ BPA ഫ്രീ ആയിട്ടുള്ള സിലിക്കൺ ടിപ്പുള്ള സ്പൂണുകൾ നമുക്ക് മേടിക്കാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞെങ്കിൽ ഈ ഒരു ഭാഗം ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ്, ടിപ്പ് ഇങ്ങനെ ബെൻഡായിട്ടുള്ള സ്പൂണുകളാണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒന്ന് ഇരിക്കാനുള്ളൊരു ലെവലായിട്ടുണ്ട്. അതായത് ഇരുന്ന് പണ്ട് എന്ന് പറഞ്ഞാൽ കിടത്തിയോടത്ത് കിടക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, കിടത്തിയോടത്ത് കിടക്കില്ല, ഇരുത്തിയോടത്ത് ഇരിക്കില്ല, എന്തൊക്കെയുള്ളത് അതൊക്കെ ഇപ്പോൾ ഒരുവിധം ലെവലാക്കണ പ്രായം. പാത്രം കേട്ടാണ് പോകുന്നത്. അപ്പോൾ സിലിക്കൺ ടിപ്പുള്ള ഇങ്ങനത്തെ ബെൻഡായിട്ടുള്ള സ്പൂണാകുമ്പോൾ നമുക്കിങ്ങനെ ഇവർ രണ്ടുപേർക്കും ഇത് ഇഷ്ടമാണ് ഇങ്ങനെ കൊടുക്കാനും. പിന്നെ അതേപോലെ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ വടിച്ചു കൊടുക്കും ചുണ്ടിൻ്റെ അവിടെ നിന്നൊക്കെ. അപ്പോൾ ഇതാകുമ്പോൾ അവർക്ക് അധികം സ്റ്റീലിൻ്റെ സ്പൂണിനെ കൊണ്ടുള്ള ഒരു വേദനയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇത് വെച്ചാൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ ഇവർക്ക് ഞാൻ മുന്നത്തെ വീഡിയോയിൽ, ഇപ്പോഴത്തെ ഫുഡ് കൊടുക്കുന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രൂട്ട്സൊക്കെ, ക്യാരറ്റ് അതൊക്കെ ആവിയിൽ വേവിച്ചിട്ട്, അതേപോലെ പഴം ആവിയിൽ വേവിച്ചിട്ടൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ പഴമൊന്നും ആവിയിൽ വേവിച്ചിട്ട് ഉടച്ചിട്ട് ഇവർ കഴിക്കുന്നില്ല. ക്യാരറ്റൊക്കെ ആവിയിൽ വേവിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവിയിൽ നമ്മൾ വേവിക്കാൻ എടുക്കുന്ന ഒരു സ്റ്റീമർ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നല്ല യൂസാണ് കേട്ടോ. കുട്ടികൾ ഇവിടെ ഓൾറെഡി സ്റ്റീമർ ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് അതൊന്നും യൂസ് ചെയ്യാറ്, ഇവർക്ക് സെപ്പറേറ്റ് സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പിടിയൊക്കെ ഉണ്ട് ഇതിന്. നമുക്ക് എത്ര ക്വാണ്ടിറ്റി അതിനനുസരിച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് വെക്കാം.
എന്നിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്യാം. നല്ല യൂസ്ഫുൾ ആണ്. വലിയ റേറ്റ് ഒന്നുമില്ല, 300 സംതിങ് ആ ഒരു റേറ്റും കാര്യങ്ങളെ ഇതിനുള്ളൂ. അപ്പോൾ ഇതും എനിക്ക് നല്ലോണം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റീമർ ആണ് കേട്ടോ. പിന്നെ ഇപ്പൊ പൊടിയരി വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പൊടിയരി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വെച്ച സാധനങ്ങളെല്ലാം ഇവിടുന്ന് എല്ലാം പരത്തിയിട്ട് ഞാൻ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പാത്രം പിടിച്ചു. അപ്പൊ പൊടിയരിയൊക്കെ അതേപോലെ തന്നെ ഈ സ്റ്റീം ചെയ്ത സാധനങ്ങളൊക്കെ മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാഷർ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ഉടയ്ക്കാൻ വേണ്ടി നമുക്കിത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അടുത്തായിട്ട് ഞാൻ ഒരു വലിയ സാധനം കാണിക്കാൻ പോകുന്നത് കണ്ട. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ കിടത്താൻ വേണ്ടിയിട്ടുള്ള ഷീറ്റാട്ടോ. ഇതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഈ സ്ക്രീനിൽ ഇപ്പം എന്തായാലും ഞാൻ കൊള്ളിക്കുന്നില്ല. ഇതിന്റെ ഓൾറെഡി വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ട്വിൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലുത് ഞാൻ വാങ്ങിയത്. നിങ്ങൾക്ക് ഇത്രേൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നീന്തി കളിക്കാൻ കുട്ടികൾക്ക് കുറച്ചും കൂടെ നല്ലതാണ്. അത് മാത്രമല്ല, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കുറച്ച് കട്ടിയുള്ള തിക്നെസ് ഉള്ള ഒരു സാധനമാണ്. ഇത്രയും കട്ടിയുണ്ട്. അതായത് ഇവരെ ഞാൻ പായലൊക്കെ കിടത്താന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം കിടത്തിയെങ്കിലും ഇവരിങ്ങനെ ബാലൻസ് വിട്ടിട്ട് ഒറ്റ പോക്കാ പോയത്. അപ്പം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരെ തല പോയി ഇടിക്കും. അങ്ങനെ ഒരു തവണ നമ്മൾ കട്ടിയുള്ള പുതപ്പിട്ടിട്ട് പോലും അങ്ങനെ അവർ കരഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താ ധ്രുവ് എന്നാ സ്പൂണ് ഇതിട്ട് ഇളക്കിക്കോ. അപ്പോ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു പാല് കുടിക്കാണെങ്കില് ആരടാ അത്? പാത്രം കൊടുക്കണ്ട. ഇല്ല ഇല്ല ഇല്ല, വെറുതെ വെറുതെ തട്ടിയിട്ടില്ല. ചീത്ത പറഞ്ഞേ, ധ്രുവിന്റെ ചീത്ത പറഞ്ഞേ. ഈ പാല് കുപ്പി എടുക്കാം. ഈ പാല് കുപ്പി ഇത് വിച്ചോളി. ഞാൻ എന്താ പറഞ്ഞിരുന്നത്? ഏതാ പറഞ്ഞിരുന്നത്? ഇത് ഷീറ്റല്ലേ. ഈ സാധനം എന്നുണ്ടെങ്കിൽ ഇവര് തല പോയിട്ട് അങ്ങനെ തട്ടിയാലും തട്ടാതിരിക്കട്ടെ, തട്ടി കഴിഞ്ഞാലും അവർക്ക് അങ്ങനെ വേദനിക്കില്ല. ഇങ്ങനെ ഒരു ബെൻഡിങ്, അതിനെന്താ പറയാ, ഒരു പുഷിങ് വരും ഇവിടുന്ന് അങ്ങോട്ടേക്ക്. അപ്പം അത് കാരണം അവർക്ക് നല്ല സേഫാണ്. ഞങ്ങൾ രാത്രി ഇവിടെ തൊട്ടിയുടെ അടിയിലും അല്ലെങ്കിൽ കട്ടിലിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ട്, കട്ടിൽ കിടത്തണമെങ്കിൽ അവിടെയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ പകല് തൊട്ടിയിൽ കിടത്തണമെങ്കിൽ തൊട്ടിയുടെ താഴേക്കായിട്ട് നമ്മൾ ഈ സാധനം ഇടാറുണ്ട് കേട്ടോ. അപ്പം നല്ല സേഫാണ് ഇവർക്ക്. പിന്നെ അതേപോലെ ഇതിൽ അവർക്ക് നീന്തി കളിക്കാനും പറ്റും. ഇവർക്ക് അങ്ങനെ മേല് വേദനിക്കൊന്നുമില്ല. പിന്നെ ഇതിൽ ഒരുപാട് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്ലൈറ്റ്, വീട്, മരം, പിന്നെ കിളികൾ, അങ്ങനത്തെ പല സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ നിങ്ങളിത് സെലക്ട് ചെയ്ത് വാങ്ങാം. എല്ലാറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല യൂസ്ഫുൾ ആണ്. കുറേ കാലത്തേക്ക് നമുക്കിത് യൂസ്ഫുൾ ആവും. അപ്പം നിലത്തൊക്കെ ആകുമ്പോൾ എപ്പോഴും നീറ്റ് ആയിക്കൊള്ളുന്നില്ലല്ലോ. ഇവരെപ്പോഴും ഇങ്ങനെ നക്കിയിട്ട് നാവിട്ട് ഇങ്ങനെ കപ്പി നടക്കും. അപ്പം അത് കാരണം ഇതാവുമ്പോൾ നല്ല ഹൈജീനിക് ആയിട്ട് നമുക്ക് അവരെ കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. അടുത്തായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ പാത്രങ്ങളാണ് കേട്ടോ. നിങ്ങളിതിന് മുന്നത്തെ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ മുന്നേ കുട്ടികൾക്ക് ഇങ്ങനെ കുറുക്ക് കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് ഞാൻ പിന്നെ നെക്സ്റ്റ് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ 4 പാത്രങ്ങൾ വിത്ത് അതിൻ്റെ അതേ സെയിം കളേഴ്സുള്ള സ്പൂണും ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കുറുക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു സാധനം എന്ന് പറഞ്ഞത്. നമുക്ക് പ്ലേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെ മെറ്റീരിയൽ ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് നമ്മുടെ മുളയില്ലേ, ബാമ്പു അരച്ച് അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇതുപോലത്തെ വിസ്കൊന്നും വെച്ചിട്ട് സ്പീഡിൽ ഇങ്ങനെ ഉരയ്ക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരയ്ക്കാനോ പറ്റില്ല. അതൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. കാരണം ഇത് വുഡൻ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുട്ടികൾക്ക് സ്പെഷ്യലി അതിലവർ പറയുന്നുണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു പ്രശ്നവുമില്ല. കംപ്ലീറ്റ് നാച്ചുറൽ പ്രൊഡക്റ്റ് ആണെന്ന് അവർ പറയുന്നത്. ഇത് കണ്ടാൽ നമുക്ക് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നെങ്കിലും ഇത് ബാമ്പുവിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു തരം പ്ലേറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നെക്സ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ രണ്ടുപേർക്കും 2 കളറിൽ. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഏത് പ്ലേറ്റ് ആണെങ്കിലും ഒരു കഴിയും. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
അടുത്തായിട്ട് ഇപ്പോൾ ഒരു മിൽക്ക് കുടിക്കും. ആദ്യമൊക്കെ ചെറിയ 250 ml സോറി 125 ml ബോട്ടിലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ 240 ml ബോട്ടിലാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇതിൻ്റെ മൂടി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, കാണാനില്ല. ഇവിടെ എന്തോ കളിയിൽ പെട്ടിട്ട് അത് പോയി. ഓക്കെ, അപ്പോൾ ഇത് ലവ് ലാപ്പിൻ്റെ PGൻ്റെ 2 ബോട്ടിൽസാണ്, ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സമയം തന്നെ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് കൊണ്ടെടുക്കാൻ വേണ്ടി പറ്റും. ഇനി കുട്ടികൾ ഗ്രോത്ത് ആവുന്നതിനനുസരിച്ച് നമുക്ക് ഇതുപോലത്തെ വലിയ ബോട്ടിൽസാണ് ആവശ്യമുള്ളത്. ഇതുവരെ 125 ml ആണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ എപ്പോൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഈ BPA ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ ഒക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. പ്രത്യേകം അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതേപോലെ സ്റ്റാറും എത്ര ആളുകൾ ഫുൾ സ്റ്റാർ കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ 4ന്റെ അബോവ് സ്റ്റാറുള്ള സാധനങ്ങൾ വാങ്ങായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്തേ എന്തേ അമ്മ കുട്ടി എവിടെ? ഹായ്. ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നിൽക്കുന്നത് മടിയിലിരിക്കുന്നതിനെക്കാട്ട് ഇഷ്ടം രണ്ടാക്കും നിൽക്കുന്നതാ. പിന്നെ രണ്ടാൾക്കും തീരെ അസൂയല്ലേ സുധി? ഒരാളെടുക്കുന്നത് ഇപ്പം മറ്റേക്ക് സഹിക്കാൻ പറ്റില്ല, ഒരാളെയും കൊണ്ട് പുറത്ത് പോവാൻ അങ്ങനെയൊക്കെയാണ്. ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാൻ വന്നിട്ട് ഇവനെ എടുത്തു കഴിഞ്ഞാൽ അവനും ഇങ്ങോട്ട് വരണം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സുധി എടുത്ത് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇവനും സുധിയുടെ കൂടെ പോകണം. അച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടെ ഒക്കെ തന്നെയാണ് അവസ്ഥ. ഇപ്പം നല്ല കളിയിൽ വെട്ടിക്കണം. അവിടെ നല്ല പാത്രം വെച്ചിട്ടുള്ള നല്ല കളിയാണ് കളിക്കുന്നത്. ഇനി ഇവിടെ ഇരിക്കുക പിടിച്ചോടും. അപ്പം മടിയിൽ നിന്ന് എനിക്ക് ഇത് കാണിക്കാൻ പറ്റില്ല. ഇതുവരെ അവൻ ആ പാത്രം വെച്ച് കളിക്കരുതേ. ഇനിയിപ്പോ ഇതും വയ്ക്കാൻ നോക്കുന്നത്. ഇത് വേണ ധ്രുവിന്? അടുത്തായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ ട്രാവലൊക്കെ പോകുന്ന സമയത്ത് കുറുക്കൊക്കെ കൊടുക്കാൻ ഇതേപോലത്തെ പാത്രങ്ങളൊന്നും നമുക്ക് അത്ര യൂസ്ഫുൾ ആയിക്കൊള്ളുന്നില്ല. അമ്മ കുട്ടിയുടെ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതായിരുന്നു ഈ 2 സാധനങ്ങൾ കേട്ടാ. R4 റാബിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ കുറുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു അടപ്പുണ്ട്. സാധനമാക്കിയിട്ട് നമ്മൾ ഇതുപോലെ അടപ്പ് വെച്ച് ഇതിലാക്കിയിട്ടുള്ള സാധനങ്ങളൊന്നും പുറത്ത് പോകത്തില്ല, ലീക്ക് ഉണ്ടാവാറില്ലേ. അപ്പൊ അതല്ല നീ എടുത്തിരുന്നത് ധ്രുവ്. അപ്പൊ ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ അടപ്പിട്ട് കഴിഞ്ഞാല് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് പറയാനാണ് ഇങ്ങനെ അമ്മ തരില്ലേ ഇങ്ങനെ, അതുപോലെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇത് ട്രാവൽ എക്സ്പെൻസിനാണ് കുറച്ചും കൂടെ, ട്രാവൽ എക്സ്പെൻസ് അല്ല, ട്രാവൽ നീഡ്സിനാണ് കുറച്ചും കൂടെ നന്നായിട്ടുള്ളത്. പൊക്കോ അവൻ ഇരുന്ന് തിന്നാൻ വയ്യ, കടന്നു കഴിക്കണം. 2 എണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാക്കും 2 എണ്ണം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് 2 എണ്ണം വാങ്ങിയതാണ്. ഇപ്പൊ എന്ത് കിട്ടിയാലും വായിലിടും. നെക്സ്റ്റ് നമ്മൾ മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു നിപ്ലറാണ് കേട്ടോ. അത് ഇതിലിങ്ങനെ അളവൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു സാധനം, അതായത് വലിയ ബോട്ടിൽ ഇവർ ഇങ്ങനെ മറ്റേ ഔൺസ് പാത്രം എന്താ പറയാ, ഈ നമുക്ക് മരുന്നിന്റെ ബോട്ടിലിന്റെ കൂടെ ഒരു അടപ്പ് കിട്ടുമല്ലോ, ആ സാധനത്തിൽ കുടിക്കുന്നില്ല. അത് കൊണ്ട് ഒഴിക്കുമ്പോഴേക്കും ഒന്നെങ്കിൽ അത് ഈ 2 സൈഡിൽ കൂടി 4 സൈഡിൽ കൂടി മരുന്ന് വിടും, ഇല്ലെങ്കിൽ അത് ഛർദ്ദിച്ച് കളയും. ഇതാകുമ്പോൾ ഇങ്ങനെ നൈസായിട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെച്ചെടുത്ത് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ മരുന്ന് അതിൻ്റെ ഉള്ളിൽ പോയിക്കോളും. ഇത് അണ്ണാക്കിലേക്ക് ഇങ്ങനെ കുത്തുന്നല്ല കേട്ടോ പറഞ്ഞത്, ഈ വാഴയുടെ ഈ സൈഡിൽ അവിടെ വെച്ചുകൊടുത്താൽ മതി, അവർ കുടിക്കും. ഇങ്ങനെ ആകുമ്പോഴാണ് ഇത് കുടിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. തിന്നോക്കത് അടുത്തായിട്ട് ഇപ്പൊ ഇവര് എന്താ പറയാ, ഈ
ഇപ്പോൾ ഇവർ ഈ ഫ്രൂട്ട്സും കാര്യങ്ങളും ഇപ്പം നാരങ്ങയുടെ നമ്മുടെ അല്ലി കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പം എൻ്റെ വീട്ടിൽ പോയപ്പോൾ നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ നിറയെ ഈ വത്തക്ക കായ്ച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും അമ്മ പോയി പൊട്ടിച്ചിട്ട് മേടിച്ചു കൊണ്ടുവരും. അപ്പം ആ സമയത്ത് അതിൻ്റെ കഷ്ണം ഉണ്ടായില്ലടാ, ഇതൊന്ന് പറയട്ടെ. ഓക്കെ, ഗുഡ് ബോയ് സുധി. അപ്പോൾ ഈ തണ്ണിമത്തനൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഇവർ കടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന സാധനമാണ് ഈ ഒരു 2 നിബ്ലർ എന്ന് പറയുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ളതാണ് ഇത്. പക്ഷെ തണ്ണിമത്തനൊക്കെ ഇട്ടപ്പോഴേക്കുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇത് നല്ല വൈറ്റ് കളറായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ കളർ തണ്ണിമത്തൻ്റെ ഒരു ഓറഞ്ച്, തണ്ണിമത്തൻ്റെ റെഡ് കളറാണ്. പക്ഷെ ഇതിൽ നമ്മൾ കഴുകി കഴിഞ്ഞാൽ ഒരു ഓറഞ്ചിഷ് കളറായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ കളറ് മാറുന്നില്ല. അല്ലാത്ത വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിലിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് അടച്ചിട്ട് വരെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് അവർ ആ നീര് കുടിക്കും. ദക്ഷിന് ആ നീര് മാത്രം കുടിച്ചാൽ മതി, അവൻ ആ വെള്ളം കിട്ടണം. പക്ഷെ ധ്രുവിന് അങ്ങനെയല്ല. അവനിങ്ങനെ ചപ്പി ആ നീര് കുടിച്ചതിന് ശേഷം നമ്മൾ ഇതിന്ന് കഷ്ടം എടുത്ത് അവന് വായിൽ വെച്ച് കൊടുക്കണം, എന്നാലും അവന് സമാധാനമുള്ളൂ. അപ്പോൾ 2 പേർക്ക് ഞാൻ 2 കളറ് വാങ്ങിയതാട്ടോ. ഈ 2 നിബ്ലർ നല്ല രസമാണ്. കാരണം പിന്നെ അവർക്ക് ഈ എപ്പോഴും ഇപ്പോൾ ഇങ്ങനെ കടിക്കുന്ന സമയം, നമ്മളിപ്പോൾ പാൽ കുടിക്കുകയാണെങ്കിലും കടിക്കും. അതേപോലെ നമ്മൾ കൈ എപ്പോഴെങ്കിലും കൈ കിട്ടി അവരത് കടിക്കും. അപ്പോൾ ഇങ്ങനെ തൊണ്ണിങ്ങനെ പല്ല് വരാൻ വേണ്ടിയിട്ടുള്ള അരിപ്പാന്ന് അവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതും കൂടെ ഇതുകൊണ്ട് മാറി കിട്ടും, അങ്ങനെ കടിച്ചോളും. പക്ഷെ അവർക്ക് ഇതിനേക്കാളും കടിക്കാൻ ഇഷ്ടം നമ്മളെ കൈയൊക്കെ അല്ലേ. ഇപ്പം ഞാൻ ഇവർക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന ഡയപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സ്. അതായത് നമ്മൾ ഈ മടക്കുന്ന രീതിയിലുള്ള തുണിയാണ്. ഒരു 3 മണിക്കൂറൊക്കെ നിൽക്കുള്ളൂ, അപ്പോഴേക്കും അത് ഏകദേശം പരുവാകും. 3 മണിക്കൂർ മാക്സിമം ആണ് കേട്ടോ. അതിനുശേഷം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഇതുപോലത്തെ പാഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ടൈപ്പിൽ കേട്ടോ. അതായത് ഇതിങ്ങനെ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇടുന്നത്. ഇതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ഏകദേശം 5 മണിക്കൂർ ഒക്കെ ലാസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. എന്നാലും മാക്സിമം 5 മണിക്കൂറൊക്കെ നമുക്ക് കിട്ടും. എന്നാലും അതിൻ്റെ ഉള്ളിൽ നമ്മൾ മാറ്റി കൊടുക്കും. അപ്പം ഈ ഒരു സാധനം ഇതിന് 480 രൂപ അല്ലെങ്കിൽ 440 രൂപ ആ ഒരു റേഞ്ചാണ് ഇതിനുണ്ടായിരുന്നത്. പിന്നെയാണ് ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്താ പറയുക, ആലിയ ഭട്ട് എന്താ പറയുക സ്പോൺസറല്ല ആഡ് ചെയ്തിട്ടുള്ള, എവിടെ എടുത്തുകൊണ്ട് അതൊക്കെ വലിച്ചു കൊണ്ടുപോയി, സൂപ്പർ ഊനോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഈ ഒരു ക്ലോത്ത് ഡയപ്പർ വാങ്ങിയിട്ടാ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 12 മണിക്കൂർ 12 ഹവർ പ്രൊട്ടക്ഷൻ ആണ്. നൈറ്റിൽ നമുക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം. ഇത് വെച്ചിട്ട് ഈ ഒരു ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്കിത് പാകാവൂന്ന് വരെ നമുക്ക് ആദ്യം ഡൗട്ട് തോന്നും. പക്ഷെ ഇത് കറക്റ്റ് ഫിറ്റാണ്. അതായത് ഇത് വെക്കുമ്പോൾ ഒരു പൊന്തളിപ്പുള്ളത് ഈ 790 റുപ്പീസിൻ്റെ അല്ലെങ്കിൽ 700 റുപ്പീസിൻ്റെ ഈ ഒരു സാധനത്തിന് ഇല്ല. ഒരു കറക്റ്റ് ഫിറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ കാലിൻ്റെ ആ ഇടഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് കറക്റ്റായിട്ട് അവിടെ ഇങ്ങനെ ഫിറ്റ് ആവുന്നില്ല. കാരണം ഈ ഒരു പാഡിൻ്റെ പ്രശ്നമാണത്. ഇങ്ങനത്തെ പാഡാണ് അവർ കൊടുക്കുന്നത്. നമ്മളിത് ഫോൾഡ് ചെയ്യലാണ്. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുക. ഇവിടെ അറ്റാച്ച് ചെയ്യലാണ് ഈ ഒരു സാധനത്തും അറ്റാച്ച് ചെയ്യല. അപ്പോൾ ഇതിന് കുറച്ച് തടിയുണ്ട്. ഇങ്ങനെ 3 ഫോൾഡിങ് വരുന്ന സമയത്ത് ഒരു കുറച്ച് തടിച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുക. അതായത് അത്രയും ടൈം നമുക്ക് ലീക്ക് ഒന്നും ഇല്ലാണ്ട്. എടാ ആ കുടിച്ച കഞ്ഞി ഇങ്ങോട്ട് വരുമോ? നല്ല ശ്രദ്ധിക്കേണ്ട ടൈം. എന്ത് കിട്ടിയാലും ഒരു വായിലിട്ടിട്ട് നമ്മൾ കാണില്ല. ഇങ്ങനെ ചില നേരത്തെ ഇപ്പോൾ എന്തെങ്കിലും 2 കൂടെ ഇവിടെ കിടത്തിയിട്ട് അപ്പുറം ചുറ്റും തലണൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോണ സമയത്ത് പറഞ്ഞിട്ട് കാണിക്കുക. അപ്പോൾ ഫാനിൻ്റെ റിമോട്ടോ ഏസി റിമോട്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കയ്യിലുണ്ടാവുക. ആദ്യം ഒന്നും ഇങ്ങനെ വായിലിടൂലായിരുന്നു. ഇപ്പം എല്ലാം പിടിച്ച് വായിലിടുകയാണ്. ഇവരുടെ ഡയപ്പർ തന്നെ ഇവരെടുത്തോണ്ട് കൊണ്ടോണ്ട്. അപ്പം ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് തിക്നെസ് കൂടും. അപ്പം ആ ഒരു ഭാഗത്ത് എന്താ പറയുക ഭയങ്കര തടിപ്പാണ്. അപ്പം
എന്താ പറയുക ലീക്ക് ആവുന്നുണ്ട്, നന്നായിട്ട് ലീക്ക് ആവുന്നുണ്ട്. 12 മണിക്കൂറൊന്നും കിട്ടുന്നില്ല. ഞാൻ നൈറ്റിൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഡയപ്പേഴ്സ് മേടിച്ചൊരു വഴിക്കാവും. നൈറ്റിൽ ഫുൾ ഡയപ്പേഴ്സ് ഇങ്ങനെ വാങ്ങിയിട്ട് നമുക്ക് പെട്ടെന്ന് ട്വിൻസും കൂടെ ആയതുകൊണ്ട് നമുക്ക് നല്ല ഡയപ്പേഴ്സിൻ്റെ ആവശ്യം നൈറ്റിൽ വരും. ഇൻ കേസ് എപ്പോഴെങ്കിലും ഒന്ന് മോഷൻ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചേഞ്ച് ചെയ്യണ്ടേ. അപ്പോൾ ആ സമയത്ത് നമുക്കിത് റീയൂസബിൾ ആണല്ലോ, 300+ വാഷ് റീയൂസബിൾ ആണ്. അത് കണ്ടിട്ട് ഞാൻ വാങ്ങിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഇത്രയും വില ഇല്ലല്ലോ. ഈ ഒരു സാധനം ഈ ഒരു 450 റുപ്പീസിന് ഇത് വാങ്ങിയാൽ മതിയായിരുന്നു. ഇത് എനിക്ക് കുറച്ചും കൂടെ വേർത്തായിട്ട് തോന്നി. ലീക്ക് പ്രൂഫാണ്. ഇത് ലീക്ക് ആവുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ സൂപ്പർ യൂനോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നിങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. പക്ഷെ ഞാൻ ഇതൊക്കെ ടാപ്പ് ചെയ്ത് നോക്കി, അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി സൈസൊക്കെ. പക്ഷെ എങ്ങനെ ചെയ്തിട്ടും എനിക്കത് ലീക്ക് ആവുകയാണ്. ഇത്രയും എമൗണ്ടിന് നിങ്ങളിത് വാങ്ങിച്ചിട്ട് ഇത് വെറുതെ റിഗ്രറ്റ് ആവണ്ട വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഒട്ടും യൂസ് ആയിട്ടില്ല നൈറ്റിൽ കേട്ടോ. അതിനെക്കാളും നല്ലത് നമ്മളിത് പകൽ യൂസ് ചെയ്യാണ്. പകൽ യൂസ് ചെയ്യുക ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാ ഇവരിപ്പോൾ യൂസ് ചെയ്യുന്ന കണക്ക് ഡയപ്പേഴ്സ്, ക്ലോത്ത് ഡയപ്പേഴ്സ് തന്നെ ധാരാളമാണ്. അത് ഞാൻ വാങ്ങിയിട്ടുള്ളത് 7 എണ്ണം 1500 രൂപയ്ക്കാണ് കേട്ടോ. എന്തായാലും ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. പക്ഷെ ബെറ്റർ നിങ്ങളിത് വാങ്ങാതിരിക്കുക. ഇതാണ് കുറച്ചും കൂടെ നന്നായിട്ടുള്ളത്. ഓക്കെ, ഡയപ്പേഴ്സിൽ യൂസ് ചെയ്യുന്നത് പാമ്പേഴ്സ് ആണ്. ഇടയ്ക്ക് പാമ്പേഴ്സിൻ്റെ ഈ പ്രീമിയം സാധനം യൂസ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഈ അലോവേര എക്സ്ട്രാക്റ്റ് ഉള്ള ഈ ഒരു സാധനം യൂസ് ചെയ്യും. ഇത് രണ്ടിലുമാണ് ഏതെങ്കിലും മേടിക്കാറ്. ഇപ്പോൾ ഇതിനേക്കാളും നല്ലത് മാമിപ്പോക്കോ പാൻസ് അല്ലേ, മാമിപ്പോക്കോ പാൻസ് അതാണെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടോ പാമ്പേഴ്സ്. ഇത് നമുക്ക് ഡിസ്പോസ് ചെയ്യാനും പെട്ടെന്ന് നമ്മളിപ്പോൾ പൊട്ടിച്ചിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ തന്നെ സോൾട്ട് ഇടുന്നതിൻ്റെ മുന്നേ തന്നെ ഇത് നല്ല വാട്ടറി ആയിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല ഡിസ്പോസ് ചെയ്യാനും നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഈ പാമ്പേഴ്സാണ്. ഇനി മാമിപ്പോക്കോ പാൻസ് ഞാൻ വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ, ഒരു ഷോർട്സ് ആയിട്ടൊക്കെ പറയാം. ഇതാണിപ്പോൾ നൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ഡിസ്പോസിബിൾ ഡയപ്പറായിട്ട് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന വെറ്റ് വൈപ്സ് പറഞ്ഞു കഴിഞ്ഞത് ഈ ലവ് ലാപ്പിൻ്റെ ഈ ഒരു വെറ്റ് വൈപ്സ് ആണ്. എന്താ പറയുക, കുറേ ഷോർട്സ് ഞാൻ കണ്ടിരുന്നു. ഈ ലവ് ലാപ്പിൻ്റെ ബ്രാൻഡിൻ്റെ വെറ്റ് വൈപ്സ് കുറച്ചും കൂടെ നല്ലതാണ്. ഇതിന് അത്ര ക്യാഷ് ഒന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മേലും മുഖത്തൊന്നും തുടയ്ക്കാൻ വേണ്ടിയിട്ടല്ല വെറ്റ് വൈപ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ ക്ലോത്ത് ഡയപ്പർ മാറ്റുമ്പോൾ എപ്പോഴും നമുക്ക് ഈ വെള്ളം കൊണ്ട് നമുക്ക് കഴുകിയിട്ട് ഉള്ളത് നമുക്ക് പോസിബിൾ അല്ല. ആ സമയത്ത് നമ്മൾ ഈ എന്താ പറയുക ഇൻറ്റിമേറ്റ് ഏരിയ ഒക്കെ നമ്മൾ ഇത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളിത് മുഖം തുടയ്ക്കാനോ അല്ലെങ്കിൽ മേല് തുടയ്ക്കാനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമല്ല കേട്ടോ. ഇത് എനിക്ക് ഇത്രയും കാലം ഇത് യൂസ്ഫുൾ ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. ഞാൻ നിങ്ങൾ കുറേ കമൻസ് ഉണ്ടായിരുന്നു ഇത് യൂസ് ചെയ്യരുതെന്ന്. ഞാൻ ഡോക്ടർ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ പറയും ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെ പറയുന്നു. ഐ ഡോണ്ട് നോ. എനിവേ എനിക്കിത് നല്ല യൂസ്ഫുള്ളായി. തുടക്കത്തിൽ ഞാൻ മദേഴ്സ് പാഷൻ്റെ 99% വാട്ടർ കണ്ടന്റ് ഉള്ള സാധനം യൂസ് ചെയ്തിരുന്നു. ഇപ്പോഴാണ് ഇത് ഇങ്ങനത്തെ കുറച്ച് സെൻറ്റഡ് ആയിട്ടുള്ളത് വാങ്ങൽ തുടങ്ങിയത് കേട്ടോ. ഇതാണ് അപ്പോൾ യൂസ് ചെയ്യുന്ന വെറ്റ് വൈപ്സ്. ഒന്നും പേടിക്കണ്ട, അതൊക്കെ സ്ഥിരമാണ്. പിന്നെ ഇവർക്ക് യൂസ് ചെയ്യുന്ന എണ്ണ, ഇത് നമ്മൾ ഇത് ബോട്ടിലിൻ്റെ പരസ്യമല്ല. ഇതിപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊന്നും കേൾക്കില്ല. ഇത് എന്താ പറയുക വെർജിൻ കോക്കനട്ട് ഓയിൽ കേട്ടോ. അവിടുത്തെ വീട്ടിലത്തെ ഒരു വെളിച്ചെണ്ണ കുപ്പിയിലാക്കി വെച്ചതേ ഉള്ളൂ. അതാണ് ഈ ഒരു യെല്ലോ കളർ ഉള്ളത്. നമ്മളെ വെന്ത വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. ഇവർക്ക് ഇതാണ് തലയിൽ മേലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതാവുമ്പോൾ നമുക്ക് ചൂടുകുരുവിൻ്റെ കുറവ്, അതേപോലെ തന്നെ ഭയങ്കര ഈ ചൂടിൻ്റെ ഉള്ള റാഷസ് അതിനൊക്കെ നല്ല കുറവാണ്. പിന്നെ അത് മാത്രമല്ല നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും ഇവരുടെ സ്കിന്ന്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊന്നും കുളിക്കില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളാണ്. അപ്പോൾ തല കുളിക്കാൻ പറ്റില്ല. പിന്നെ ഈ മേലെ എണ്ണ തേച്ചിട്ട് ധ്രുവ ഇരുന്നാൽ പോലും ദക്ഷ കിടക്കൂല കേട്ടോ. കരച്ചിലാണ്. എണ്ണ തട്ടുന്നതേ അവനെന്തോ ഒരു പ്രശ്നം പോലെയാണ്. അത് കാരണം അതിങ്ങനെ അമ്മ വേഗം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി ഇങ്ങനെ കൊടുത്ത്, ഞാൻ പോകുമ്പോഴൊക്കെ എനിക്ക് ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ഇതാണ് അവർക്ക് മാക്സിമം യൂസ് ചെയ്യാൻ നല്ലതും. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടും അടിപൊളിയായിട്ട് അവരുടെ സ്കിന്നും ഹെയറൊക്കെ ഇരിക്കുന്നതെന്നും തോന്നിയിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളും. അതേപോലെ തന്നെ നെക്സ്റ്റ് ഓൺലൈനിലായിട്ട് വാങ്ങി. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്, ലാസ്റ്റ് വൺ. വേറെ ഒന്നുമല്ല,
കാർ സീറ്ററാണ്. ഞാൻ അവിടെ എവിടെയെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. കാർ സീറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ 3-ാം മാസത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന വീഡിയോയിൽ ഇങ്ങനെ കണ്ട് ചീത്ത പറഞ്ഞ വീഡിയോ ഉണ്ടാവില്ല. കാരണം ഇത്രയും ബുദ്ധിയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കുട്ടീനെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ടാണ് കൊണ്ടുവരുന്നത്. സത്യമാണ്, കുട്ടികളെ കുഞ്ഞു ബേബീസിനെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് കൊണ്ടുവരുന്നത് സേഫ് അല്ല. പക്ഷെ ആ സമയത്ത് ട്വിൻസ് ആയതുകൊണ്ടും എൻ്റെ കയ്യിൽ ഞാൻ ഫ്രണ്ടിലായിരിക്കും, ഇനി ബാക്കിലിരുന്ന് ഛർദ്ദിക്കും, അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ കുട്ടീനെ ഒരാളെ കയ്യിൽ വെച്ചതാണ്. പിന്നെ ഈ കാർ സീറ്റർ അതുകൊണ്ടും കൂടിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാനും പിള്ളേരും കൂടെ ബാക്കിലാണ് ഇരിക്കാറ്. ഒരു സീറ്ററേ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളൂ, കാരണം 2 പേരും ഇരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഡൗട്ടാണ്. അപ്പോൾ വെറുതെ 2 എണ്ണം വാങ്ങിയിട്ട് ഒരെണ്ണത്തിൽ മാത്രമേ ആളിരിക്കുള്ളൂ. ഒരാൾ എൻ്റെ മടിയിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ആയില്ലേ. അപ്പോൾ അത് കാരണം ഒരെണ്ണമാണ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ 2 പേര് ഇരുത്തി ഒന്ന് ശീലമാക്കിയിട്ട് നമുക്ക് 2 എണ്ണം ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. 2 പേരും അതിൽ സേഫായിട്ട്, മീൻസ് ഒരു കുഴപ്പമില്ലാതെ കരയാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒന്നും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം നമ്മൾ ബാക്കിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആമസോണിൽ അത് EMI ഒക്കെ ആയിട്ടൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല വർത്ത് ആയിട്ടുള്ള സാധനമാണ്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ, അതിൻ്റെ കൂടെ തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ഇനി എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം ഇനി എന്ത് വീഡിയോ എന്നുള്ളത്. പിന്നെ ഇപ്പോൾ കുട്ടികൾക്കുള്ള ഫുഡ് റൊട്ടീന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ 9th month സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു 1-2 ചേഞ്ചസ് മാത്രമേ ഞാൻ ഫുഡിൽ വരുത്തിയിട്ടുള്ളൂ. ഒരു വീഡിയോക്ക് എന്നുള്ളൊരു കണ്ടന്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് അത് ഇടാത്ത കേട്ടോ. കുറേ പേര് ചോദിച്ചത് എന്താ ഇപ്പോൾ കൊടുക്കുന്നതെന്നൊന്ന് പറഞ്ഞു എന്നുള്ളത്. എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും അത് തന്നെയാണ്, വലിയ ചേഞ്ചസ് ഇല്ല. എന്തെങ്കിലും പുതുതായിട്ടൊരു കണ്ടന്റ് ആയിട്ട് കുറച്ചെങ്കിലും നിങ്ങൾ കയ്യിലേക്ക് തരണ്ടേ, അതുകൊണ്ട് ഞാൻ അതാവുമ്പോൾ ഞാൻ ആ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്. അവർ ഉറങ്ങേണ്ട ടൈം ആയിരിക്കും, ഇനി അവർ ഇരിക്കില്ല, നമുക്ക് ഉറങ്ങാം.